ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായി. രാവിലെ ഒരു 3:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് പോയി ചായയൊക്കെ വെച്ചു. ഞാൻ തലേ ദിവസം തന്നെ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ രാവിലെ നോക്കണം എന്നുള്ളത്. അതിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ അത് ചെയ്യണമെന്നൊരു ക്രേവിങ്സ് വന്നുകൊണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ രാവിലെ പഠിക്കാൻ എടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. NCERT വായിക്കാനിരുന്നു. എൻ്റെ കയ്യിൽ ഇതിൻ്റെ നോട്ട്സ് ടാബിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നോട്ട്സ് കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് ഡൗട്ട് തോന്നുന്ന പോർഷൻസ് ഞാൻ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ലൈൻ ബൈ ലൈൻ കോർഡിനേഷൻ കോമ്പൗണ്ട് വായിച്ചു. ഈ പാഠമൊക്കെ എടുക്കുമ്പോൾ പണ്ട് +2 പഠിപ്പിച്ച കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. എനിക്ക് പാഠം എടുത്തിട്ടുണ്ടായിരുന്നത് അനീസ് സാറായിരുന്നു. സാറിപ്പം പാലക്കാടാണ്. ഭയങ്കര നല്ല ഓർമ്മകൾ സമ്മാനിച്ച ക്ലാസ്സായിരുന്നു സാറിൻ്റെ. ഭയങ്കര ഇഷ്ടമാണ് കെമിസ്ട്രി സാർ പഠിപ്പിക്കുന്നതും. ഭയങ്കര സാറെ പറ്റി പറയാൻ നിന്നാൽ കുറേ ഉണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. എനിവേ അങ്ങനെ പഠിച്ചു, നോട്ട്സൊക്കെ എഴുതി. അപ്പം ഞാൻ ഐസോമറിസത്തിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ആ നോട്ടിൽ തന്നെ എഴുതി. വേറെ എക്സ്ട്രാ എഴുതാൻ തന്നില്ല, അതിൽ തന്നെ അങ്ങ് എഴുതി വെച്ചു. പിന്നെ നെയിമിംഗ് ഒക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ അതും ലിഗാൻഡിൻ്റെ നെയിമൊക്കെ അങ്ങനെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്തു. അതിന് ശേഷം പിന്നെ ഞാൻ റൂമിൽ വന്നിട്ടാണ് ബാക്കി പഠിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ റൂമിൽ വന്നിട്ട് ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററാണ് എടുത്തത്. ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതേഴ്സ് ആയിരുന്നു. അങ്ങനെ അത് പഠിച്ചു. അങ്ങനെ ഞാൻ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അങ്ങനെ നോട്ട് വായിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യനും അതിൽ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ, അതും അങ്ങനെ ചെയ്തു. അതേപോലെ NCERT-യിലുള്ളതും ക്വസ്റ്റ്യൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസാണ് എടുത്തത്. പിന്നെ അത് പഠിച്ചു. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരാണെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഗിവ് അവേ പറ്റിയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം പിന്നെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ബയോളജി പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാമെന്ന്. പിന്നെ കഴിഞ്ഞ ബുധനാഴ്ച ടെല്ലയുടെ പവർ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും ആരും സബ്സ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിൽ അഫോർഡബിൾ റേറ്റിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽഫ് സ്റ്റഡി ചൂസ് ചെയ്തവരാണേലും അല്ലെങ്കിൽ എന്താ പറയുക, ഇതുവരെയുള്ള ബാക്ക്ലോഗ്സ് കാരണം ഒന്നും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനും എല്ലാം ആകെ തല പുകഞ്ഞിരിക്കുന്നവരാണെങ്കിലും അത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. കൂടാതെ ഡൗട്ട് ക്ലിയറിങ് സെക്ഷനും അതേപോലെ മെൻറ്ററിങ് സപ്പോർട്ടും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും വെറും 499 രൂപയ്ക്ക്. അപ്പം ഇനിയും കുറേ സീരീസ് വരുന്നുണ്ട്. അതായത് വൺ ഷോട്ട് സീരീസ്, ഓർഗാനിക് കെമിസ്ട്രി എന്ന സീരീസ്, അങ്ങനെ പല സീരീസും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അങ്ങനെ വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ വീഡിയോ ലെക്ചേഴ്സ് കണ്ടു. ഞാൻ ഡെയിലി ടാർഗറ്റിൽ ഇടവിട്ട ദിവസങ്ങളിൽ മാത്രമേ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെ ഇന്നത്തെ പോർഷനിൽ ഞാൻ ചായ കുടിച്ച് അത് റൂമിലിരുന്നിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ കാണുന്നതിനോടൊപ്പം തന്നെ നോട്ട്സും എഴുതിപ്പോയി. എൻ്റെ കയ്യിൽ NCERT-യുടെ ആ PDF ഉണ്ടെങ്കിൽ കൂടിയും സിംപ്ലിഫൈ ചെയ്ത നോട്ടാണ് ബെറ്റർ എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമുക്ക് വേഗം വായിച്ചാലൊക്കെ മനസ്സിലാവും. NCERT വായിക്കണം, എന്നിരുന്നാൽ കൂടിയും സിംപ്ലിഫൈ ചെയ്ത നോട്ട് പെട്ടെന്നൊരാവശ്യത്തിന് വായിക്കാൻ ബെറ്ററാണ്. അങ്ങനെ ക്ലാസ് എൻ്റെ നോട്ടൊക്കെ എഴുതി. പിന്നെ ഞാനത് വായിച്ചിരുന്നു. അതിനുശേഷം ബുക്കൊക്കെ എടുത്തിട്ട് എൻ്റെ സ്ഥിരം സ്ഥലത്ത് വന്നിരുന്നു. ഇനി ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റാന്ന് നോക്കണം.
ഇതിലെന്ന് വെച്ചാൽ കുറച്ച് പണ്ടത്തെ ബുക്കായിരുന്നാൽ കൂടിയും കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയഗ്രാം ബേസ്ഡ് ഉണ്ട്, കൺസെപ്റ്റ് ബേസ്ഡ് ഒക്കെ ആയിട്ട് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് സെക്ഷൻ കൊടുത്തിട്ടാണുള്ളത്. അങ്ങനെ പേപ്പർ വാലുവേറ്റ് ചെയ്തിട്ട് തെറ്റിയ ക്വസ്റ്റ്യൻസിനൊക്കെ സമ്മറി ഞാൻ മിസ്റ്റേക്ക് ബുക്കിലേക്ക് മാറ്റി എഴുതി. അതിനുശേഷം ഞാൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ NCERT വായിക്കാനിരുന്നു. പിന്നെ അതാണ് വായിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് രാവിലെ പഠിച്ചതായിരുന്നു. അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷേ രാവിലെ ഒന്നും എഴുതിയില്ല. രാത്രിയാണ് ഞാൻ പിന്നെ അത് എഴുതിയത്. അത് എഴുതാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ പിന്നെ ആൽക്കഹോൾ, ഫിനോൾ, ഈതേഴ്സിൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായി. പിന്നെ ഗിവ് അവയുടെ കാര്യം മറക്കരുത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് വാല്യൂ ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതല്ലാതെ കൂടുതലായിട്ടൊന്നും ഇപ്പം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു. ക്വസ്റ്റ്യൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇനിയിപ്പം 5-6 ചാപ്റ്റേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ചാലഞ്ചസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ അടുത്ത വീഡിയോ പറയാം. ഓക്കെ, ബൈ ഗൈസ്.